താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ നിറമുള്ള മഴവില്ല് ശ്രീ വി.കെ. മധുസാർ എഴുതിയ പുസ്തകത്തിലെ വിജ്ഞാനം വികസനത്തിന് എന്ന ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്. വിജ്ഞാന സമൂഹം എന്ന പദവിയിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയ്ക്ക് പ്രാരംഭം കുറിച്ചിരിക്കുകയാണല്ലോ. സമ്പൂർണ്ണ വിജ്ഞാന സമൂഹം എന്ന പദവി അതിവേഗത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ സാക്ഷരതയും സാർവത്രിക വിദ്യാഭ്യാസവും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളത്രേ. ഭൂപരിഷ്കരണവും ആരോഗ്യരംഗത്തെ കുതിച്ചുചാട്ടവും സ്ത്രീ ശാക്തീകരണ മാതൃകകളും ഉയർന്ന ജീവിത നിലവാരവും വിജ്ഞാന സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തി. കേരളപ്പിറവിക്ക് ശേഷമുള്ള 7 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ മുന്നേറ്റം കേരള മോഡൽ എന്ന ആശയത്തിന് സാർവദേശീയമായ അംഗീകാരം നേടിക്കൊടുത്തു. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ അമർത്യ സെൻ മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണം ശ്രദ്ധേയമാണ്. അമേരിക്കയുമായുള്ള താരതമ്യത്തിലൂടെയാണ് അദ്ദേഹം സൂക്ഷ്മമായ പഠനങ്ങൾക്ക് ശേഷം തൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്നത്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ താമസിക്കുന്ന കോളനി ഖെട്ടോയിലെ ഒരു അമേരിക്കൻ കുട്ടിയുടെ അതിജീവന സാധ്യതയേക്കാൾ എത്രയോ അധികമാണ് കേരളത്തിൽ സമാന സാഹചര്യത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ഭാവി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇതൊരു പുതിയ അറിവല്ല. വളർച്ചയിൽ വിസ്മയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയുടേതിന് തത്തുല്യമായ ആയുർദൈർഘ്യം കേരളം നേടിക്കഴിഞ്ഞു എന്ന കാര്യം ലോകാരോഗ്യ സംഘടന തന്നെ ശരിവയ്ക്കുന്നുണ്ട്. സാമൂഹിക വികസനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ ആഴത്തിൽ വിശകലനം ചെയ്തിട്ടാണ് ആധുനിക കേരളത്തിൻ്റെ ഈ മേന്മയെ അമർത്യ സെൻ പ്രകീർത്തിക്കുന്നത്. ബംഗാളിൽ ജനിച്ച ഈ വിശ്വപൗരൻ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വങ്ങൾ വിശകലനം ചെയ്താണ് കേരള മോഡലിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജനിച്ച മറ്റൊരു വിശ്വപൗരനാണ് സ്വാമി വിവേകാനന്ദൻ. ഭാരതീയ ദർശനങ്ങളെ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച് വിളംബരം ചെയ്ത അദ്ദേഹം തൻ്റെ ഭാരത യാത്രയ്ക്കിടയിൽ കേരളത്തിലുമെത്തി. കേരളത്തിൽ നിലനിന്ന മനുഷ്യവിരുദ്ധമായ ജാതി വിവേചനം, അനാചാരങ്ങളും കണ്ട് അദ്ദേഹം തല താഴ്ത്തി. ദേശാന്തരങ്ങൾ യാത്രകൾക്കിടയിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത കെട്ട കാഴ്ചകൾ കണ്ടാണ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. വ്യത്യസ്തമായ 2 കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന കേരളത്തിൻ്റെ ഈ അവസ്ഥാന്തരങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭ്രാന്താലയത്തിൽ നിന്ന് വിജ്ഞാന സമൂഹത്തിലേക്കുള്ള പരിണാമം ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്ര വിസ്മയം തന്നെയാണ്. ബംഗാളിൽ ജനിച്ചു വളർന്ന മഹാപ്രതിഭകളായ 2 പേർ ഭൂതകാല കേരളത്തെയും ആധുനിക കേരളത്തെയും വിലയിരുത്തുന്നതിലെ വൈജാത്യം ഇവിടെ പ്രസക്തമായിത്തീരുന്നു. കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ വൈജ്ഞാനിക രംഗത്തെ ഓരോ കാലഘട്ടത്തിലെയും മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാണ് ഈ താരതമ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. കേരളപ്പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുയർന്നു വന്ന പ്രധാന പ്രശ്നം നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നതായിരുന്നു. വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങളുടെ ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും ആരോഗ്യരംഗത്തെ അടിത്തറയും വാർത്തെടുക്കാൻ ആ ഗവൺമെൻറ്റിന് സാധിച്ചു. ജന്മിവ്യവസ്ഥയും അതിൻ്റെ മുഖമുദ്രയായ മനുഷ്യവിരുദ്ധമായ നീതി സമ്പ്രദായങ്ങളും അവസാനിച്ചതോടെ പുതിയൊരു മാനവികതയുടെ സൂര്യോദയമായി. മാറ്റി നിർത്തപ്പെട്ടിരുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇരമ്പിയെത്തി. കൃഷിക്കാരന് കൃഷിഭൂമി സ്വന്തമായി. സ്ത്രീകൾ അന്തസ്സോടെ സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തുടങ്ങി. നവകേരളം വാർത്തെടുക്കാനുള്ള സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. 80കളിലേക്ക് എത്തുമ്പോൾ സാമൂഹ്യ വികസനത്തിൻ്റെ അടുത്ത ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷനുകളും പദ്ധതികളും സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവും ജനകീയ ആസൂത്രണവും നവകേരളത്തിലേക്കുള്ള കുതിപ്പിന് വേഗത കൂട്ടി. കേരളം മാറുകയായിരുന്നു. ലോക നിലവാരത്തിൽ അംഗീകാരങ്ങൾ നേടുന്ന തരത്തിലുള്ള മാറ്റം. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ ലോക നിലവാരത്തിൽ ഉന്നത അംഗീകാരങ്ങൾ നേടാനാവും വിധം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രൊഫസർ താണു പത്മനാഭൻ്റെ ഉദാഹരണം എടുക്കാം. തിരുവനന്തപുരത്തെ സാധാരണ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ചാണ് ലോക ശാസ്ത്രജ്ഞന്മാരുമായി തോളോരുമ്മി നിൽക്കുന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നത്. നാനോ ടെക്നോളജി, വൈദ്യശാസ്ത്രം, ജലശുദ്ധീകരണം, രസതന്ത്രം എന്നുവേണ്ട മലയാളി പ്രതിഭകൾ കടന്നു ചെല്ലാത്ത ശാസ്ത്രശാഖകളില്ല. ലോകപ്രശസ്തരായ ഇവരിൽ മിക്കവരും കേരളത്തിലെ സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചു വളർന്നവരാണ്. അമേരിക്കൻ സർവകലാശാലയിലെ ഗവേഷകനായ പ്രൊഫസർ ഡി. പ്രദീപ് മറ്റൊരു ഉദാഹരണമാണ്. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ശാസ്ത്രരംഗത്ത് മാത്രമല്ല, സാഹിത്യ, കലാ, വൈജ്ഞാനിക മേഖലകളിലും കേരളത്തിലെ പ്രതിഭാശാലികളുടെ വളർച്ചയും ഉയർച്ചയും എത്രയോ പെരുമ നേടിയതാണ്. കാർഷിക കാലഘട്ടത്തിൽ കൃഷിക്കാരൻ്റെ കാർഷിക ഉപകരണങ്ങളായിരുന്നു പ്രധാന ജീവനോപാധി. വ്യാവസായിക കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ജീവനോപാധി അവൻ്റെ തൊഴിലുപകരണങ്ങളോ ഫാക്ടറികളോ ആയിരുന്നു. എന്നാൽ അറിവിനെ ജീവിതോപാധിയാക്കുന്ന വിജ്ഞാന സമൂഹത്തിലേക്കാണ് ഇന്ന് കേരളത്തിൻ്റെ കുതിപ്പ്. അറിവിനെ ജീവിതോപാധിയാക്കുമ്പോൾ സാങ്കേതികവിദ്യ മുഖ്യസ്ഥാനത്ത് വരുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് വിവരസാങ്കേതിക വിദ്യാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിലാണ്. നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ചേർന്ന് നടത്തുന്ന ഗവേഷണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടി ചേരാൻ പോവുകയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ഭാവനകൾക്കെല്ലാം അപ്പുറമുള്ള എന്തൊക്കെയോ ആണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ വിജ്ഞാനത്തിൻ്റെ ഈ വിസ്ഫോടനം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കുത്തകയായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. പുതിയ കാലത്ത് ചൂഷണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം സാങ്കേതിക വിദ്യയാണ്.
പുതിയ ഉൽപ്പാദന ഉപകരണമായ അറിവിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് മൂലധന ശക്തികൾ ലോകത്തെ കീഴടക്കാൻ പോകുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ നവകേരള സങ്കല്പം വ്യത്യസ്തമാവുന്നത്. അറിവിനെ കുത്തകയാക്കുകയല്ല, ജനകീയവൽക്കരിക്കുകയാണ് വേണ്ടത്. സർവകലാശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് കുത്തകവൽക്കരിക്കാതെ ജനകീയവൽക്കരിക്കാനും ജനാധിപത്യവൽക്കരിക്കാനുമാണ് കേരളം ശ്രമിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം മുഴുവൻ സമൂഹത്തിലേക്ക് വിന്യസിക്കുക. അറിവിനെ കുത്തകവൽക്കരിക്കുന്ന ജ്ഞാനവ്യവസ്ഥയ്ക്ക് അതാണ് ബദൽ. അറിവിനെ ചൂഷണോപാധിയാക്കി കുത്തകവൽക്കരിക്കാതെ അറിവിനെ സാർവത്രികമാക്കി ജനകീയവൽക്കരിക്കുക എന്നതാണ് കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന കാഴ്ചപ്പാടിൻ്റെ അന്തസത്ത. വ്യക്തി കേന്ദ്രീകൃതമായല്ല, സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കുന്ന സാമൂഹിക പ്രക്രിയയാക്കി വിജ്ഞാനോൽപാദനത്തെ മാറ്റുക. സമൂഹം ആർജിച്ച എല്ലാ വിജ്ഞാനങ്ങളും സമൂഹത്തിൻ്റെ ആകെ സ്വത്ത് എന്ന നിലയിലാണ് കാണേണ്ടത്. വിവേചനങ്ങളില്ലാതെ വർത്തമാനകാലത്ത് അതിൽ സ്വാംശീകരിക്കാൻ കഴിയുന്ന എല്ലാ വിജ്ഞാനങ്ങളും സ്വാംശീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെയാണ് ഗ്രന്ഥശാലകൾക്ക് പ്രസക്തിയേറുന്നത്. ഗ്രന്ഥശാലകൾ സർവകലാശാലകളാണെന്ന ഒരു നിർവചനമുണ്ട്. സർവകലാശാലയിൽ നടക്കുന്നത് ജ്ഞാനോൽപാദനമാണ്. ജ്ഞാനോൽപാദനത്തിൻ്റെ സർഗാത്മകതയ്ക്ക് ചിറകുവയ്പ്പിക്കുന്നത് ജ്ഞാനോൽപാദനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയ പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല. വളരെ പണ്ട് ജനകീയ വായനശാലകളും പുസ്തകങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അറിവ് എഴുത്തോലകളിലോ ചുവർച്ചിത്രങ്ങളിലോ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് പുസ്തകങ്ങൾ വന്നു. അത് ധാരാളമായി ശേഖരിക്കപ്പെട്ടു. ഇന്ന് അത് മാറി ഡിജിറ്റലാവാൻ പോകുന്നു. ഈ മാറ്റത്തെ സംശയത്തോടെ നോക്കിക്കാണുന്നവരുണ്ടാകാം. ഒരുതരം ഗൃഹാതുരതയോടെയാണ് പുസ്തകവും വായനയും നെഞ്ചേറ്റി നടക്കുന്ന ധാരാളം നല്ല മനുഷ്യരുള്ള നാടാണ് നമ്മുടെ കേരളം. അതൊന്നും മാറ്റിമറിക്കാൻ സാധ്യമല്ല. പുസ്തകവും വായനയും സാധാരണ നിലയിലുള്ള ഗ്രന്ഥശാല പ്രവർത്തനവും ഉപേക്ഷിച്ചാൽ ഗ്രന്ഥശാലകളല്ലാതാകും. കാലോചിതമായ പരിഷ്കാരങ്ങളുടെ പേരിൽ ഗ്രന്ഥശാലകളുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടാൻ ഇടവരരുത്. അത് ആത്മഹത്യാപരവുമായിരിക്കും. മറ്റൊരു പോംവഴി എന്താണ്? നവോത്ഥാന കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ സാമൂഹിക വികസനത്തിലും സാംസ്കാരിക മുന്നേറ്റത്തിലും ഗ്രന്ഥശാലകൾ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും അന്ന് ലഭ്യമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഗ്രന്ഥശാലകൾ വളർന്നത്. ഗ്രന്ഥശാലകളിൽ സാർവത്രികമായിരുന്ന റേഡിയോ മാറ്റി ടെലിവിഷനും വന്നതും കമ്പ്യൂട്ടർ, LED പ്രൊജക്ടറുകളും എത്തിയതും ആധുനിക സാങ്കേതിക വിദ്യയെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ സന്നിവേശിപ്പിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വായനയുടെ പുതിയ ഉപാധികൾ കൂടിയാണ്. ഗ്രന്ഥശാലകളെ ആധുനികവൽക്കരിക്കുന്നതിന് ലൈബ്രറി കൗൺസിൽ ഒരു ഏകീകൃത വെബ്സൈറ്റ് തയ്യാറാക്കുകയാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണിത്. നമ്മുടെ ചിരകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. പബ്ലിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ത്രൂ ബുക്സ്, ലൈബ്രറീസ്, ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏത് ലൈബ്രറികളിലെയും പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഏകീകൃത പുസ്തക കാറ്റലോഗ് നിർമ്മിക്കും. അടുത്ത ഘട്ടത്തിൽ പുസ്തക വിതരണവും അംഗങ്ങൾക്കുള്ള സേവനവും ഓൺലൈനാക്കും. മൂന്നാം ഘട്ടത്തിൽ ലൈബ്രറികളെ കമ്മ്യൂണിറ്റി സെൻ്ററുകളാക്കി മാറ്റുന്നതിനുള്ള സേവനങ്ങളായ കമ്മ്യൂണിറ്റി റേഡിയോ, പ്രാദേശിക അറിവുകളെ കാറ്റലോഗ് ചെയ്യുന്ന ലൈബ്രറി വിക്കി, പ്രധാന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്ന ജിയോ കാറ്റലോഗ്, വർക്കിംഗ് സ്പേസ് ബുക്കിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് നവീകരിക്കും. നാലാം ഘട്ടത്തിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കും. നമ്മുടെ നാട്ടിലെ ലൈബ്രറികളുടെ തനതായ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ലൈബ്രറികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. വിജ്ഞാനോൽപാദന കേന്ദ്രങ്ങളായ സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് നിർവചിക്കുമ്പോൾ ആധുനിക കാലത്ത് ജ്ഞാനോൽപാദനത്തിന് ആധുനിക സാങ്കേതികവിദ്യ കൂടി കൂട്ടിച്ചേർത്ത് ഗ്രന്ഥശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇത് ഗ്രന്ഥശാലകൾക്ക് പുതിയ മുഖച്ഛായ നൽകുമെന്ന് ഉറപ്പാണ്. വിജ്ഞാനോൽപാദനത്തിലൂടെയാണ് കേരളം ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിച്ചത്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ കരുത്താർജിച്ചതും മലയാളിയുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട പുത്തൻ അവബോധത്തിലൂടെയാണ്. സാമൂഹിക വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഗ്രന്ഥശാലകൾ വഴിവിളക്കുകളായി പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. വിജ്ഞാനം വികസനത്തിന് എന്ന തിരിച്ചറിവ് ഇന്നത്തെ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഗ്രന്ഥശാലകൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതികവിദ്യയുടെ അകമ്പടിയോടെ വിജ്ഞാന സമൂഹത്തിലേക്ക് സ്വാഭിമാനം മുന്നോട്ട്. നന്ദി.